Welcome back to Region PSK Daily Classes. So in the last section, we discussed two important laws of gases, that is Dalton's law of partial pressure and Graham's law of diffusion. Okay? അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ഡിസ്കസ് ചെയ്യാൻ പോവാം. സോ ഇറ്റ് ഈസ് നോൺ എസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഗ്യാസിനെ സംബന്ധിക്കുന്ന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് പ്രപ്പോസ്ഡ് ബൈ ബെർണോളി. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇറ്റ് ഈസ് എ തിയറി എന്ന് പറയുകയാണെങ്കിലും ഈ തിയറിക്കകത്തുള്ള പോയിന്റ്സ് ഒക്കെ സിമ്പിൾ അസംഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ തിയറിറ്റിക്കൽ ബേസിസ് ഇല്ലാത്ത കുറേ അസംഷൻസ് ആണ് ഈ തിയറിക്കകത്തുള്ളത്. ഓക്കെ, ഒരു തിയറി ഓഫ് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കണം കുറേ അസംഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോരോ അസംഷൻസ് ആയിട്ട് നോക്കാൻ പോവാം. ക്ലിയർ? അപ്പോൾ അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി സ്പെറിക്കൽ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. അപ്പോൾ ബെർണോളി ഗ്യാസിനെ കുറിച്ച് പറഞ്ഞ കുറേ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എല്ലാ ഗ്യാസും ഉണ്ടാക്കിയിരിക്കുന്നത് ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി സ്പെറിക്കൽ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഓക്കെ, സോ ദേ ആർ കോൾഡ് മോളിക്യൂൾസ്. ഈ മോളിക്യൂളിൻ്റെ വോളിയം, ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം, നമ്മളിപ്പോൾ ഒരു 2 ലിറ്റർ ഗ്യാസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 2 ലിറ്റർ ഗ്യാസ് എടുത്താൽ ആ ഗ്യാസിനകത്ത് ലോട്ട് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ ടൈനി പാർട്ടിക്കിൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. ഓക്കെ, ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം, ഇതൊരു ഗ്യാസ് മോളിക്യൂളാണെന്ന് സങ്കല്പിക്കുക, വളരെ 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 ടൈനിയാണ്, വളരെ ചെറുതാണ്. ആ സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്താൽ ദ വോളിയം ഓഫ് എ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആസ് കമ്പയർ ടു ടോട്ടൽ വോളിയം. പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ? ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം നമ്മൾ ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ ആ സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം കമ്പയർ ചെയ്താൽ ദ വോളിയം ഓഫ് എ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ. അതായത് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്താൽ ഇറ്റ് വിൽ ബി നെഗ്ലിജിബിളി സ്മോൾ. അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ 2 ലിറ്റർ ഗ്യാസ് നമുക്കറിയാം. 2 ലിറ്റർ ഗ്യാസ് നമുക്ക് പറഞ്ഞാൽ 2000 ml ആണ്. ക്ലിയർ? ഞാൻ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 0.0002 ml, 0.0002 ml ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം 2000 ml ആണെങ്കിൽ രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തത്ര ചെറുതാണ് ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. അതർ ടൈനി പാർട്ടിക്കിൾസ് ആർ കോൾഡ് മോളിക്യൂൾസ്. ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്താൽ ദ വോളിയം ഓഫ് ദ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ, ഓർ വി കൻ സേ ഇറ്റ്സ് വെരി സ്മോൾ ആസ് കമ്പയർ ടു ദ ടോട്ടൽ വോളിയം. ഓക്കെ, തേർഡ് പോയിന്റ്, ഈ നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗ്യാസിന് സ്പെസിഫിക് വോളിയം ഇല്ല, ദാറ്റ് ഈസ് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം, എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് ഗ്യാസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വോളിയം. അപ്പോൾ ഞാനൊരു കണ്ടെയ്നറിനകത്ത് ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് എടുത്തു എന്ന് വിചാരിക്കാം. സപ്പോസ് ഇതൊരു കണ്ടെയ്നർ. ഓക്കെ, ഈ കണ്ടെയ്നറിൽ ഞാൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി മോളിക്യൂൾസ് ഉണ്ടാവും. സോ ദീസ് ആർ സിമ്പിൾ ടൈനി പാർട്ടിക്കിൾസ്, ദേ ആർ കോൾഡ് മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യണമെന്നാണ് പറയണത്. ആ മോഷനൊരു അതിനൊരു പ്രത്യേകതയുണ്ട്. കണ്ടിന്യൂസ് ആണ്, റാപ്പിഡ് ആണ്, സിഗ്സാഗ് ആണ്. അപ്പോൾ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പോസിബിൾ ഡയറക്ഷൻസിലോട്ടും ഈ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യും. ഈ മോളിക്യൂൾ കൺസിഡർ ചെയ്താൽ അങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. സോ എല്ലാ പോസിബിൾ ഡയറക്ഷനിലും ദേ മൂവ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. Gas molecules move in straight line in all possible direction and they move randomly. നമുക്ക് സ്പെസിഫിക് ഡയറക്ഷൻ ഒന്നുമില്ല. അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം. ഏതൊക്കെ ഡയറക്ഷൻസിൽ മൂവ് ചെയ്യാൻ പറ്റുമോ ആ എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യും. പക്ഷേ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത ദ മോഷൻ ഈസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ദ മോഷൻ ഈസ് റാൻഡം. ഇപ്പം എൻ്റെ കയ്യിൽ ഈ പെന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ പെന്ന് ഞാനിങ്ങനെ എറിയുകയാണെങ്കിൽ ഈ പെൻ സ്ട്രെയിറ്റ് ലൈനിലല്ല മൂവ് ചെയ്യുക, പാരാബോളിക് മൂവ്മെൻറ്റാണ്. ദാറ്റ് ഇസ് ഇങ്ങനെ പോയി കറങ്ങി വീഴും. ഓക്കെ, റീസൺ എന്താ വെച്ചാൽ ഈ പെന്നിൻ്റെ ഒരു സ്പെസിഫിക് മാസ് ഉണ്ട്. നമ്മളിങ്ങനെ അറിയുകയാണെങ്കിൽ ഈ പെന്നിൻ്റെ മാസിൻ്റെ പെന്നിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് വരും. അങ്ങനെ അണ്ടർ ഗ്രാവിറ്റി ദാറ്റ് ഇസ് പെൻ താഴേക്ക് വരും. സപ്പോസ് ഇതൊരു ഗ്യാസ് മോളിക്യൂളാണെന്ന് വിചാരിക്കാം. ഈ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ ആ മാസിൻ്റെ പുറത്ത് ഗ്രാവിറ്റിക്ക് ഇഫക്റ്റ് വന്നാൽ ഗ്രാവിറ്റി എന്ത് ചെയ്യും? മോളിക്യൂളിനെ താഴേക്ക് പിടിച്ച് വലിക്കും. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോണ ഗ്യാസ് മോളിക്യൂൾ അണ്ടർ ദി ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ദേ വിൽ ട്രൈ ടു ബി ദി ഡൗൺ ഡയറക്ഷൻ. അപ്പോൾ മോഷൻ എന്തേ ആവില്ല? സ്ട്രെയിറ്റ് ലൈനിലാവില്ല. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ്
the mass of gas molecule is negligible. So അതിന് പുറത്ത് എന്തില്ല, ഗ്രാവിറ്റിക്ക് ഇഫക്റ്റ് ഇല്ല. ദാറ്റ്സ് വൈ ദേ ആർ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ മോഷൻ്റെ പ്രത്യേകത ഓർക്കുക, ദ മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഇൻ റാൻഡം മാനർ ഇൻ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാ പോസിബിൾ ഡയറക്ഷനിലും കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ആൻഡ് ദ മോഷൻ ഈസ് ഇൻ സ്ട്രേറ്റ് ലൈൻ. ഇപ്പോൾ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യാനുള്ള കാരണം, സിൻസ് ദ മാസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ, ഗ്രാവിറ്റി ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അടുത്ത പോയിന്റ്, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്യാസ് മോളിക്യൂൾ വരാം, ഈ ഡയറക്ഷനിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ വരാം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്തൂടെ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് ഇത് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഗ്യാസ് മോളിക്യൂൾസ് ഡെഫിനറ്റ്ലി ദേ വിൽ കൊളൈഡ്. ഓക്കെ, ഈ ഗ്യാസ് മോളിക്യൂൾ പോകുന്ന ഡയറക്ഷനിൽ വേറെ മോളിക്യൂളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഗ്യാസ് മോളിക്യൂൾ നേരെ പോയി കണ്ടെയ്നറിൻ്റെ വോളിൽ പോയി ഇടിക്കും. ഓക്കെ, അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് ദേ മേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്ത് പോകുന്ന പോർഷനിൽ വേറെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഗ്യാസ് മോളിക്യൂൾ അതിൻ്റെ വോളിൽ പോയി ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവർ പരസ്പരം കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾ ആ കണ്ടെയ്നറിൻ്റെ വോളിൽ പോയി ഹിറ്റ് ചെയ്യാം. അപ്പോൾ ഡ്യൂറിങ് ദീസ് മോഷൻസ് ദേ വിൽ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം കൊളൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അത് എടുത്തേക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിലും പോയി ഇടിക്കാം. പറഞ്ഞത് മനസ്സിലാവണമല്ലോ. ഇതിന് പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഡ്യൂ ടു ദീസ് കൊളീഷൻ. ഇപ്പം നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കണ്ടെയ്നറിനകത്ത് ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഈ പ്രഷറിന് കാരണം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇത്തരം മൂവ്മെൻറ്റ്സ് ആണ്, ഇത്തരം കൊളീഷൻസ് ആണ്. സപ്പോസ് വി ഹാവ് എ കണ്ടെയ്നർ വിച്ച് ഈസ് ഫിൽഡ് വിത്ത് എ ഗ്യാസ്. ഓക്കെ, ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു പരസ്പരം കൊളൈഡ് ചെയ്യാം, ആ കണ്ടെയ്നർ വോളിലും പോയി ഹിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സപ്പോസ് ഈ മോളിക്യൂൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, മാസ് ഓഫ് ദി മോളിക്യൂൾ ഈസ് m. സിൻസ് ഇറ്റ് ഈസ് മൂവിങ് ഇറ്റ് വിൽ ഹാവ് എ സ്പെസിഫിക് വെലോസിറ്റി. ഗ്യാസ് മോളിക്യൂളിന് മാസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. മാസ് നെഗ്ലിജിബിൾ ആണെങ്കിലും ഈവൻ ദെൻ മാസ് ഗ്യാസ് മോളിക്യൂൾ പോസസ് എ സ്പെസിഫിക് മാസ്. അപ്പോൾ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ അവർക്ക് മൊമെൻ്റം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് പോയി വോളിൽ പോയി ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ മൊമെൻ്റം ഇപ്പോൾ എന്തുവാ? മാസിൻ്റെ വെലോസിറ്റി m/v എന്നാണ്. ഓക്കെ, സ്ട്രൈക്ക് ചെയ്തിട്ട് നേരെ തിരിച്ചു പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മൊമെൻ്റം എന്തായി? m/v. തിരിച്ചു പോകുമ്പോൾ മൊമെൻ്റം എന്തായി? -m/v. ഓക്കെ, കൊളൈഡ് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ മൊമെൻ്റം ആസ് വെൽ ആസ് കൈനറ്റിക് എനർജി രണ്ടും കൺസേർവ്ഡ് ആണെന്നാണ് പറയുന്നത്. അതൊരു അടുത്തൊരു പോയിൻ്റാണ്. നമുക്ക് പറയാം, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളീഷൻസ് എല്ലാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തു. നിങ്ങളത് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. രണ്ട് പേര് കൊളൈഡ് ചെയ്താൽ, അതായത് രണ്ട് മോളിക്യൂൾസ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് കൊളൈഡ് ചെയ്തു വിചാരിക്കാം. കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ ഈ മോളിക്യൂളിനൊരു സ്പെസിഫിക് എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. ഈ മോളിക്യൂളിനും ഒരു സ്പെസിഫിക് എനർജി ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി E1 ആൻഡ് ലെറ്റ് ഇറ്റ് ബി E2. രണ്ടുപേരുടെ എനർജി, രണ്ടുപേരും മൂവ് ചെയ്യല്ലേ, മാസ് ഇല്ലേ. അപ്പോൾ രണ്ടുപേർക്ക് മൊമെൻ്റം ഉണ്ടാവും. ഇതിൻ്റെ മൊമെൻ്റം P1, രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ മൊമെൻ്റം P2. അപ്പോൾ രണ്ട് മോളിക്യൂൾസും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് കൊളൈഡ് ചെയ്തു. അപ്പോൾ കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ ഈ രണ്ടുപേരുടെയും കൈനറ്റിക് എനർജിയും രണ്ടുപേരുടെ മൊമെൻ്റവും തന്നെ ആയിരിക്കും. ഈ രണ്ടുപേരും കൊളൈഡ് ചെയ്തു. സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, മോളിക്യൂൾ ഇങ്ങനെ വന്നു, ഈ മോളിക്യൂൾ ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്തു, ഇവർ തിരിച്ചിങ്ങനെ ബൗൺസ് ചെയ്ത് തിരിച്ചു പോകും. ഓക്കെ, കൊളീഷൻ നടന്ന ശേഷം ഗ്യാസ് മോളിക്യൂൾസ് ബൗൺസ് ചെയ്ത് തിരിച്ചു പോവാം. അപ്പോൾ ബിഫോർ കൊളീഷൻ എന്താണോ എനർജിയും മൊമെൻറ്റും അത് തന്നെയായിരിക്കും ആഫ്റ്റർ കൊളീഷൻ അവരുടെ മൊമെൻറ്റവും എനർജിയും. അത്തരം കൊളീഷൻസ് എന്ന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻസ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എല്ലാ കൊളീഷൻസും, ഓൾ കൊളീഷൻസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, അങ്ങനെ ഇലാസ്റ്റിക് എന്ന് പറയാൻ കാരണം മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷനും മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷനും സെയിം ആയിരിക്കും. രണ്ടുപേരും കൺസേർവ്ഡ് ആയിരിക്കും.
അപ്പോൾ നമുക്ക് പറയാം ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ മൊമെൻറ്റം, അത് തന്നെയായിരിക്കും തിരിച്ചു പോകുമ്പോഴും അതിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ആവത്തില്ല. പക്ഷേ ഡയറക്ഷൻ മാറിയില്ലേ? അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ മൊമെൻറ്റം പ്ലസ് എം ഇൻറ്റു വിയും, ബൗൺസ് ചെയ്ത് ഇടിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മൊമെൻറ്റം എന്തായി? മൈനസ് എം ഇൻറ്റു വിയും. മൊമെൻറ്റം ചേഞ്ച് ആയി. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് നോൺ ആസ് ഇമ്പൾസ്, ദാറ്റ് ഈസ് ഫോഴ്സ്. ഈ കണ്ടെയ്നറിൻ്റെ വാളിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ മൊമെൻറ്റം ഇടിച്ച്, ദാറ്റ് ഈസ് കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേയും ശേഷവും അതിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ആയി. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ആയി. അപ്പോൾ ഇവിടെ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഈ വോളിൻ്റെ ഏരിയ കൊണ്ട് ആ ഫോഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഫോഴ്സ് ബൈ ഏരിയ എന്തുവായി? പ്രഷറായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കണ്ടെയ്നറിനകത്ത് ഗ്യാസ് പ്രഷർ ഉണ്ടാകാൻ കാരണം ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ഗ്യാസ്. ക്ലിയർ? അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ ഉണ്ടാവാൻ കാരണം കൊളീഷൻസ് ആണ്. പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്, all gases are made up of tiny spherical particles. They are called molecules. ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ വോളിയം ഓഫ് ദ സിംഗിൾ പാർട്ടിക്കിൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ. ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഗ്യാസ് എടുത്താൽ ഗ്യാസ് മോളിക്യൂൾസ് ഓർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ അവർ പരസ്പരം കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയി ഹിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കൊളീഷൻസ് ആണ് ഗ്യാസിൻ്റെ പ്രഷർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത് പറഞ്ഞ പോയിന്റ്, ഗ്യാസിൻ്റെ എല്ലാ കൊളീഷൻസും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ദാറ്റ് ഈസ് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ കൺസേർവ്ഡ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ വിൽ എക്സാക്ട്ലി ഈക്വൽ ടു കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അതാ നമ്മൾ പറഞ്ഞ പോയിന്റ്. ഓൾ കൊളീഷൻസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. That is kinetic energy and momentum of molecules are conserved. That is change ഉണ്ടാവില്ല എന്നർത്ഥം. Momentum before collision is equal to momentum after collision. Kinetic energy before collision is equal to kinetic energy after collision. Next, there is no interaction. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു കണ്ടെയ്നറിൽ രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി, ഈ തിയറിയുടെ ബേസിൽ ഈ രണ്ടുപേരും നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഏത് രണ്ട് പാർട്ടിക്കിളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്ന തിയറിയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പക്ഷേ അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്താൽ ഇവർക്കിടയ്ക്ക് ദർ ഈസ് നോ ഇൻട്രാക്ഷൻ. ദാറ്റ് ഈസ് രണ്ടുപേരും പരസ്പരം അട്രാക്റ്റും ചെയ്യത്തില്ല, രണ്ടുപേരും പരസ്പരം റിപ്പലും ചെയ്യത്തില്ല. ദർ ഈസ് നോ അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഇതൊക്കെ കൈനറ്റിക് തിയറിയുടെ മാത്രം അസംഷൻസ് ആണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനെ അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ദ പോയിന്റ്സ് ആർ ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് എന്തില്ല? അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല, റിപ്പൽഷനും ഇല്ല. ദർ ഈസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ടു ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ദേ മൂവ് ഫ്രീലി. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങോട്ട് അങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുക. ഇവർക്കിടയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും ഇല്ലെങ്കിൽ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോകും. അടുത്ത പോയിന്റ് നോക്കിക്കോ, ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. ഗ്രാവിറ്റി ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഗ്രാവിറ്റിക്ക് ഗ്യാസ് മോളിക്യൂൾസിന് മോഷനിൽ ഇഫക്റ്റ് ഇല്ല, കാരണം മാസ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ മാസ് നെഗ്ലിജിബിൾ ആയത് കാരണം ഗ്രാവിറ്റിക്ക് ഇഫക്റ്റ് ഇല്ല. ഗ്രാവിറ്റിക്ക് ഇഫക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഗ്യാസ് മോളിക്യൂൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. അടുത്ത പോയിന്റ് നോക്കിക്കോ, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂളിന് കൈനറ്റിക് എനർജി ഉണ്ട്. ദിസ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. ഓക്കെ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആർ ആപ്ലിക്കബിൾ ഓൺ ദ മോഷൻ ഓഫ് മോളിക്യൂൾസ്. നമ്മൾ ഫിസിക്സിൽ ന്യൂട്ടൺസിൻ്റെ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ലോസ് ഓഫ് മോഷൻ ക്യാൻ ബി അപ്ലൈഡ് on the motion of gas molecules. But these are the points given in kinetic theory. Okay, അപ്പോൾ പോയിന്റ്സ് ചോദിക്കാം, കറക്റ്റ് ഓപ്ഷൻ ചെയ്ത് ഇൻകറക്റ്റ് ഓപ്ഷൻ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, all gases are made up of tiny spherical particles. They are called molecules. Volume of a single gas molecule is negligibly small as compared to the total volume. Okay, then the gas molecules are always in random motion in straight line in all possible directions.
Okay, then during this motion they may collide with each other and also with the walls of the container. These collisions will make the pressure of gas, and gravity has no effect on the motion of molecules since the mass is negligible. Okay, and all collisions of gas molecules are perfectly elastic, that is kinetic energy and momentum before and after collision will be the same. There is no interaction between two gas molecules, that is there is no attraction, there is no repulsion between two gas molecules, so they move freely. Okay, and Newton's laws of motion can be applied for the motion of gas molecules. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബെർണോളി ഗ്യാസിനെ കുറിച്ച് തൻ്റെ കൈനറ്റിക് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദീസ് points or based on these assumptions നമുക്കൊരു ഗ്യാസിൻ്റെ മൂവ്മെൻറ്റിന് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു എല്ലാ പോസിബിൾ ഡയറക്ഷനിലും ഗ്യാസ് മൂവ് ചെയ്യും. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള മോഷൻ നമ്മൾ 3 ഡയറക്ഷനിൽ റിസോൾവ് ചെയ്ത് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ പേരാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഇക്വേഷൻ്റെ പേരെന്തായിരുന്നു? കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. നമുക്കതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി. നമ്മളിനി ആ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനിലേക്ക് പോവാണ്. അപ്പോൾ കൈനറ്റിക് തിയറിയിലെ പോയിന്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ പോയിന്റ്സ് ഒക്കെ ശരിക്കും പഠിക്കണം, ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്ത കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് പഠിക്കാൻ പോവാം. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ വിച്ച് ഈസ് ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അപ്പോൾ കൈനറ്റിക് തിയറിയെ ബേസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇക്വേഷനാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ ആ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ പഠിക്കാൻ പോവാം. അപ്പോൾ ഇക്വേഷൻ്റെ പേരെന്തായിരുന്നു? കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്: PV is equal to 1/3 mnu². So the equation is PV equal to 1/3 mnu². Pressure of gas, okay, volume of gas 1/3 m. M is the mass of a single gas molecule. അപ്പോൾ ഓരോ ടേം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇത് വെച്ച് കുറേ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ എം എന്തായിരുന്നു? ഇറ്റ് ഈസ് മാസ് ഓഫ് എ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ, വൺ ഗ്യാസ് മോളിക്യൂൾ. ഒരൊറ്റ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ്സാണ് നമ്മൾ എം എന്ന് പറഞ്ഞാൽ. ദിസ് എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് the number of molecules present in the sample of gas. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്തിട്ടുണ്ടാവും. ആ ഗ്യാസിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഈ പറഞ്ഞ. ആൻഡ് യു ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഈ വെലോസിറ്റിക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു പേര് പറയും, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. ആ പേര് ഓർത്തിരിക്കുക. നമ്മളിത് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഓക്കെ, അപ്പോൾ യു എന്തായിരുന്നു? ഇറ്റ് ഈസ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പോൾ ഇക്വേഷൻ എന്തുവായിരുന്നു? PV ഈക്വൽ ടു 1/3 mnu². പ്രഷർ ആൻഡ് വോളിയം. അപ്പോൾ എന്താണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ വിച്ച് കണക്ട് ദ പ്രഷർ ഓഫ് ഗ്യാസ് വിത്ത് വോളിയം, mass of the molecule, number of molecules with and the velocity, that is root mean square velocity of a gas. ഇത്രയും ടേംസിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷന് പറയുന്ന പേരാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ക്ലിയർ? ഇവിടെ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താൻ പോവാം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, PV is equal to 1/3 mnu². ഓക്കെ, ഈ എൻ എന്തായിരുന്നു നമുക്കറിയാം. എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ. ആ സാമ്പിളിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. ഞാൻ 1 mole ഗ്യാസ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇഫ് ഐ ആം കൺസിഡറിങ് 1 mole of a gas, then how many molecules of gas will be there? We know it is Avogadro number. Clear? അപ്പോൾ മനസ്സിലാക്കുക, if we are considering 1 mole of a gas, that gas contains Avogadro number of molecules. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, എങ്ങനെ റീറൈറ്റ് ചെയ്യാം നോക്കിയോ. PV ഈക്വൽ ടു 1/3 mNaU², right, where Na is known as Avogadro number.
എം എന്തായിരുന്നു? ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസാണ്. അപ്പോൾ എം ഇൻറ്റു എൻ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ആവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ശരിയല്ലേ? എം എന്തായിരുന്നു? ഒറ്റ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസാണ്, ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസാണ്. അത് നിങ്ങൾ എൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വിചാരിക്കുക. അപ്പോൾ ഇഫ് എം ഇസ് എ മാസ് ഓഫ് സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ, എൻ എ ഇസ് ദ ആവഗഡ്രോ നമ്പർ, എം ഇൻറ്റു എൻ എ represents mass of Na molecules. ശരിയല്ലേ? അവഗഡ്രോ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ്സായി. അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ നമ്മൾ 1 മോൾ എന്നല്ലേ വിളിക്കുന്നത്. 1 മോൾ ഗ്യാസിൻ്റെ മാസ് നമുക്ക് വേറൊരു പേര് പറയാം, മോളാർ മാസ്. ഓക്കെ, 1 മോൾ ഗ്യാസിൻ്റെ മാസിന് സ്പെസിഫിക് ആയിട്ട് പറയുന്ന പേരാണ് മോളാർ മാസ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ എഴുതി, പി വി ഈക്വൽ ടു 1/3 mu square. Okay, pressure into volume is equal to 1/3 mu square, where m is the molar mass of gas. നമ്മളിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൺസിഡർ ചെയ്താലേ ഇറ്റ് ഈസ് 44 grams. ദാറ്റ് ഈസ് 1 മോളിൻ്റെ മാസിന് നമ്മൾ പറയുന്ന പേരാണ് മോളർ മാസ്. അപ്പോൾ ഏത് ഗ്യാസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ 1 മോളിൻ്റെ മാസാണ് ഈ പറഞ്ഞ, ദാറ്റ് ഈസ് നോൺ എസ് മോളാർ മാസ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ബേസിക് ആയിട്ടുള്ള ലോ ഇക്വേഷൻ എന്താണ്? പി വി ഈക്വൽ ടു 1/3 mu square. എം ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ്, എൻ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. നമ്മളിപ്പോൾ ആവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്താൽ എം ഇൻറ്റു എൻ എന്തായി? ആവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ മാസ്സായി. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ റീറൈറ്റ് ആയി, പി വി ഈക്വൽ ടു 1/3 mu square. ക്ലിയർ? വേർ എം ഇസ് നോൺ എസ് മോളാർ മാസ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പി വി ഈക്വൽ ടു 1/3 mu square. എം ഇസ് ദ മോളാർ മാസ്. ഞാനിതിനെ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ആയില്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 1/2 mu square. 2 ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും ചെയ്തു. അപ്പോൾ ഇത് 2/3 ഇൻറ്റു 2 1/2 mu square ആയി. എന്ത് പറയുന്നു? ഹാഫ് mv സ്ക്വയർ. ഹാഫ് mv സ്ക്വയർ, വി വെലോസിറ്റിയാണ്, ഇവിടെ u വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഹാഫ് mv സ്ക്വയർ എന്ന ടേം എന്തായി? കൈനറ്റിക് എനർജി ആയില്ലേ? ഹാഫ് mv സ്ക്വയർ റെപ്രസെൻറ്റ്സ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി, പി വി ഈക്വൽ ടു 2/3 ഇൻറ്റു ഹാഫ് mv സ്ക്വയറിന് പകരം നമുക്ക് എന്താ എഴുതാം? കൈനറ്റിക് എനർജി. Okay, from this we can write kinetic energy of gas is equal to 3/2 into PV. Okay, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് 1 മോൾ ആണ്. 1 മോൾ ഗ്യാസാണ് കൺസിഡർ ചെയ്തത്. ആ 1 മോൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തായി? K is equal to 3/2 PV. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? പി വി ഈക്വൽ ടു NRT എന്നായിരുന്നു. ഓക്കെ, നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് പി വി ഈക്വൽ ടു NRT, വേർ N ഈസ് ദ നമ്പർ ഓഫ് മോൾസ്. ശരിയല്ലേ? ഇഫ് N ഈസ് ഈക്വൽ ടു 1, നമ്മൾ തൊട്ട് മുന്നേ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയപ്പോൾ കൺസിഡർ ചെയ്തത് 1 മോൾ ഗ്യാസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1 മോൾ ഗ്യാസിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ എങ്ങനെയായി? പി വി ഈക്വൽ ടു RT. അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്താൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 RT. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 R into T. R is gas constant and T is the temperature which is expressed in absolute scale. This implies kinetic energy directly proportional to T. 3/2 കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3/2 R അവിടെ നമ്മൾ റിമൂവ് ചെയ്താൽ കൈനറ്റിക് എനർജി ബിക്കംസ് പ്രൊപ്പോർഷണൽ ടു T. ഇത് നമ്മളെ കൈനറ്റിക് തിയറിയിൽ ഒരു പോയിന്റാണ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അത് നമ്മൾ ഇവിടെ നിന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 മോൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു PV ഓർ 3/2 ഇൻറ്റു RT. എനിക്ക് 1 മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി വേണമെന്ന് വിചാരിക്കാം.
ഒരു ഗ്യാസ് മോളിക്യൂളുണ്ട്, ഒറ്റ ഗ്യാസ് മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി വേണം വിചാരിക്കുക. എന്ത് ചെയ്യേണ്ടി വരും? 1 മോൾ ആണെങ്കിൽ എന്താ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 RT. ഈ 1 മോളിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട് നമുക്കറിയാം? Na മോളിക്യൂൾസ്. അപ്പോൾ ഫോർ 1 മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? ഇത് 1 മോളിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു RT. ദിസ് ഇസ് ഫോർ 1 മോൾ. ഇതിനകത്ത് എത്ര മോളിക്യൂളുണ്ട്? Na മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, Na മോളിക്യൂൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് 3/2 RT. ഓക്കെ, ദാറ്റ് കണ്ടെയ്ൻസ് അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആ അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് 3/2 RT. അതിൽ നിന്ന് 1 മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ടോട്ടൽ കൈനറ്റിക് എനർജീനെ എത്ര പേരുണ്ടോ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ, ദാറ്റ് ഈസ് Avogadro number of molecules. From this, if you want to calculate the kinetic energy of 1 molecule, then kinetic energy is equal to 3/2 RT by Avogadro number. Okay, this is known as kinetic energy of 1 molecule, or it is also known as average kinetic energy per molecule. Average kinetic energy per molecule. This is again equal to R. നമുക്കറിയാം, it is universal gas constant. What is the SI unit of R in R? R ന്റെ SI unit എന്തുവാ? R is equal to 8.314 joule per Kelvin per mole. നമ്മൾ ഓൾറെഡി കണ്ടേക്കുന്നതാണ്. The SI unit of R is 8.314 joule per Kelvin per mole. Clear? അതിന് നമ്മൾ എന്ത് ചെയ്തു? Na കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ രണ്ട് പേരും കോൺസ്റ്റൻസ് ആണ്. R is a constant, Na is also a constant. അപ്പോൾ R-നെ Na കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ കോൺസ്റ്റൻറ്റ് ബൈ അനദർ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ അവഗഡ്രോ നമ്പർ, രണ്ടുപേരും കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു കോൺസ്റ്റൻറ്റിനെ വേറൊരു കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ന്യൂ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ആസ് Boltzmann's constant. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു K ഇൻറ്റു T, വെയർ K ഈസ് കോൾഡ് Boltzmann's constant. എന്താണ് ഈ Boltzmann's constant എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് R/Na. ഓക്കെ, ആറിൻ്റെ യൂണിറ്റ് നോക്കിക്കോ, 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോളാ. R is for 1 mole of a gas. Basically it is for 1 mole of a gas. പക്ഷെ നമ്മൾ 1 മോളിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്തു? അവഗഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 മോളിക്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R കിട്ടും. പറയുന്ന പോയിന്റ് മനസ്സിലായോ? R is usually for 1 molecule, sorry 1 mole. ആ 1 മോളിൻ്റെ വാല്യൂവിനെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മോളിക്യൂളിൻ്റെ ആറിൻ്റെ വാല്യൂ കിട്ടും. ശരിയാണല്ലോ? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഡിവൈഡഡ് ബൈ 6.02 ഇൻറ്റു 10⁻23. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ വിൽ ബി ഫോർ 1 മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്താണോ അതിന് പറയുന്ന പേരാണ് Boltzmann's constant. Okay, so Boltzmann's constant is the gas constant, or it is a universal gas constant per molecule. ഒരു മോളിക്യൂളിൻ്റെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് R. വാല്യൂ നോക്കിക്കോ, 8.314 നമ്മൾ 6.02 ഇൻറ്റു 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ വാല്യൂ ബിക്കംസ് 1.38 ഇൻറ്റു 10⁻23. ഇറ്റ് ഈസ് K. Okay, so Boltzmann's constant K is equal to 1.38 into 10⁻23 joule per Kelvin per molecule. നമ്മൾ R എഴുതിയിരിക്കണം എങ്ങനെയാണ്? 8.314 joule per Kelvin per mole എന്നാണ്. It is for 1 mole. But this is joule per Kelvin per molecule. This is for 1
മോളിക്യൂൾ. അപ്പോൾ ഇതാണ് 1 മോളിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നതും 1 molecule. This is for 1 mole, this is for 1 molecule. Okay, this is how we are calculating the kinetic energy of 1 mole of a gas and 1 molecule of a gas. 1 molecule ആണെങ്കിൽ R ന്റെ പകരം എന്താ വരിക? K. Thus K is known as Boltzmann's constant. It is gas constant corresponding for 1 molecule. Clear? അപ്പോൾ ഇതാണ് നമ്മളെ കൈനറ്റിക് തിയറിയും കൈനറ്റിക് തിയറിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൈനറ്റിക് തിയറിയുടെ പോയിന്റ്സ് എന്ന് പഠിച്ചു? ബേസ്ഡ് ഓൺ കൈനറ്റിക് തിയറി വി ഹാവ് എൻ ഇക്വേഷൻ കോൾഡ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ PV = 1/3 mn(u²) എന്നാണ്. ബേസ്ഡ് ഓൺ ദാറ്റ് ഇക്വേഷൻ വി കാൽക്കുലേറ്റഡ് ദി കൈനറ്റിക് എനർജി ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് ആസ് വെൽ ആസ് 1 molecule ഓഫ് എ ഗ്യാസ്. ക്ലിയർ? അപ്പോൾ നമ്മൾ കൈനറ്റിക് തിയറിയെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തതുപോലെ കൈനറ്റിക് തിയറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ മോളിക്യൂളിൻ്റെ ഒരു ഗ്യാസിനെ കൺസിഡർ ചെയ്താൽ കുറേ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. ഇഫ് യു ആർ കൺസിഡറിങ് എ സാമ്പിൾ ഓഫ് ഗ്യാസ്, ദ സാമ്പിൾ ഓഫ് ഗ്യാസ് വിൽ ഹാവ് ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം മൂവ് ചെയ്യണമെന്ന് നമ്മൾ കൈനറ്റിക് തിയറി എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഗ്യാസസ് ആർ ഇൻ മോഷൻ ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ. അങ്ങനെ മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസിന് വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇതിനകത്തൊരു 100 മോളിക്യൂൾസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ 100 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ റിമെമ്പർ ദീസ് 100 മോളിക്യൂൾസ് വിൽ പോസസ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ഇപ്പോൾ ഒരു മനസ്സിലാക്കേണ്ടത് ഒരു ഗ്യാസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഗ്യാസ് കൺസിഡർ ചെയ്താൽ, ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് കൺസിഡർ ചെയ്തു വിചാരിക്കാം. അതിനകത്ത് കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. സെയിം ടെമ്പറേച്ചറിലാണെങ്കിലും ഈ പറഞ്ഞ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീസ് സെയിം ആകണം എന്നില്ല. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ഗ്യാസ് മോളിക്യൂൾസ് മൂവ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കണത്? അപ്പോൾ ഓരോ ഗ്യാസ് മോളിക്യൂൾസിനും ഡിഫറെൻറ്റ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു തിയറി ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് മാക്സ്വെൽസ് that theory is known as Maxwell's Boltzmann's distribution curve. അപ്പോൾ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീനെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് വെലോസിറ്റീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന തിയറിക്ക് പറയുന്ന പേരാണ് മാക്സ്വെൽസ് ബോൾട്സ്മാൻസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇതൊരു സിമ്പിൾ ഗ്രാഫാണ്. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ നമുക്കൊരു ജസ്റ്റ് ചെറിയൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് നമ്മളെ കയ്യിലൊരു സാമ്പിൾ ഓഫ് ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനകത്തൊരു 100 മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഈ 100 മോളിക്യൂൾസിനും സെയിം വെലോസിറ്റി അല്ല ഉള്ളത്. ഒരു 10 മോളിക്യൂൾസ് എടുത്തു. ആ ഗ്യാസ് സാമ്പിളിൽ നിന്ന് ഒരു 10 മോളിക്യൂൾസിന് വെലോസിറ്റി 1 cm/s വിചാരിക്കാം. ഓക്കെ, ഒരു 40 മോളിക്യൂൾസ് പോസസ് വെലോസിറ്റി 1.2 cm/s. Clear ആണല്ലോ? Then 20 molecule possess velocity 2 cm/s. Then 5 molecules possess velocity 1.5 cm/s. Then 15 molecules possess velocity 2.2 cm/s. Okay? അപ്പോൾ ഇങ്ങനെ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ആയിരിക്കും ഉള്ളത്. പറയുന്നത് മനസ്സിലാവുന്നല്ലോ? ഈ മാക്സ്വെല്ലും ബോൾട്സ്മാനും ചെയ്തത് എന്താ വെച്ചാൽ ഇവർ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റിയും ഇപ്പോൾ ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസ് ഉണ്ട്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂളിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, ഇൻ ദി വൈ ആക്സിസിൽ ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂളാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പോൾ ഒരു 1 cm/s വെലോസിറ്റിയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരുന്നു? 100 മോളിക്യൂൾസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. 10 മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളെടുത്ത സാമ്പിളിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്? ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഒരു റഫ് ഐഡിയ മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ആ സാമ്പിളിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര ഉണ്ടായിരുന്നു? 100. ഓക്കെ, ഔട്ട് ഓഫ് ദിസ് 100 മോളിക്യൂൾസ് 10 മോളിക്യൂൾസ് possess വെലോസിറ്റി 1 cm/s. ഇപ്പം ഞാൻ ഇതിൻ്റെ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു സ്പെസിഫിക് വെലോസിറ്റി ഉള്ള
അത് 1 centimeter per second വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ ഇറ്റ് ഈസ് 10/100. ഇപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂളിൻ്റെ ടേം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ വെലോസിറ്റീസാണ് വരാം. ദാറ്റ് ഈസ് 1 centimeter, 2 centimeter ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ് 1 centimeter per second വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയുണ്ടായിരുന്നു? 10. അതിനെ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ഈസ് 10/100. 1.2 centimeter വെലോസിറ്റിയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരുന്നു? 40 മോളിക്യൂൾസ് ഔട്ട് ഓഫ് 100. ഇതിന് പറയുന്ന പേരാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഒരു സ്പെസിഫിക് വെലോസിറ്റിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം ബൈ ആ സാമ്പിളിലുള്ള ടോട്ടൽ മോളിക്യൂൾസിൻ്റെ എണ്ണം. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വേഴ്സസ് വെലോസിറ്റി, ഈ ഗ്രാഫാണ് മാക്സ്വെൽസ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇതിന് പറയുന്ന പേരാണ് മാക്സ്വെൽസ് ബോൾട്സ്മാൻസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. ആ കർവിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് ഇവിടെ പറഞ്ഞേക്കണത്. ഓക്കെ, ജസ്റ്റ് സ്റ്റഡി ഓഫ് ദിസ് കർവ് ഈസ് നോൺ എസ് മാക്സ്വെൽസ് ബോൾട്സ്മാൻസ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആവുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വേഴ്സസ് വെലോസിറ്റി, ഈ ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് very less velocity or very low velocity and very high velocities are very low. ഓക്കെ, ഗ്രാഫിൻ്റെ നേച്ചർ നോക്കിക്കോളൂ. ദേ ഈ സൈഡിലൊക്കെ വെലോസിറ്റി വളരെ കുറവാണ്. ഇവിടെ ഇങ്ങോട്ട് പോകുന്നൊരു വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ മേളിലേക്ക് പോകുന്നതനുസരിച്ച് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കൂടും. അപ്പോൾ വളരെ ലോ വെലോസിറ്റിയുള്ള, വളരെ കുറഞ്ഞ വെലോസിറ്റിയുള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻസ് വളരെ കുറവല്ലേ? ഗ്രാഫ് ഇങ്ങനെ പോയേക്കണം. That means the fraction of molecules having velocity very less or very low velocity is very less. ഗ്രാഫ് ഇങ്ങനെ മേളിലേക്ക് പോയി താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വളരെ ഹൈ വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും വളരെ കുറവാണ്. ലോ വെലോസിറ്റി ഉള്ള മോളിക്യൂൾസും കുറവാണ്, ഹൈ വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും വളരെ കുറവാണ്. ദാറ്റ് മീൻസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് വെരി ലോ വെലോസിറ്റി ആസ് വെൽ ആസ് വെരി ഹൈ വെലോസിറ്റി ഈസ് വെരി ലെസ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ ഇങ്ങനെ കൂടി പോയി ഒരു മാക്സിമം വാല്യൂ എത്തി. പിന്നെ അതെന്ത് ചെയ്യും? ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഗോസ് ഓൺ ഇൻക്രീസിങ്, റീച്ചസ് ദ മാക്സിമം ആൻഡ് ദെൻ ഡിക്രീസസ് ടു മിനിമം. ഇതാണ് ഗ്രാഫ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നോക്കിക്കോ. ഈ പോയിന്റ് ഇവിടെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ മാക്സിമം അല്ലേ? ദാറ്റ് ഈസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ മാക്സിമം ആണ്. അപ്പോൾ ദിസ് വെലോസിറ്റി, ഈ പീക്കിന് കറസ്പോണ്ടിങ് വെലോസിറ്റിക്ക് നമുക്കൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഈ എക്സാമ്പിൾ പറഞ്ഞ് നോക്കിക്കോ. 10 മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി 1 centimeter per second, 40 1.2, 20 2, 5 1.5, 15 2.2. അപ്പോൾ മാക്സിമം മോളിക്യൂൾസിൻ്റെ പ്രോസസ് ചെയ്ത വെലോസിറ്റി എന്തുവാ? 1.2 centimeter. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിനുള്ള വെലോസിറ്റി 1.2 centimeter. അപ്പോൾ അതിന് ഫ്രാക്ഷനും വളരെ കൂടില്ലേ? 10 out of 100, 40 out of 100, 20 out of 100, 5 out of 100 ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 40 out of 100 is the maximum fraction. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ശരിക്കും കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ നല്ലോണം മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രോസസ്സ് ചെയ്യുന്ന വെലോസിറ്റി, ആ സാമ്പിളിനകത്തുള്ള മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആ വേർഡ് തന്നെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിച്ച് ഈസ് പോസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കണേ? അപ്പോൾ ഈ പീക്കിന് കറസ്പോണ്ടിങ് വെലോസിറ്റി എന്തായിരുന്നു? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അടുത്ത് 2 വെലോസിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, 2 വെലോസിറ്റി ഉണ്ട്, നമ്മൾ പിന്നെ പഠിക്കും. തൽക്കാലം ഗ്രാഫ് മാത്രം നോക്കിക്കോളൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കണം? അപ്പോൾ ദ പീക്ക് ഓഫ് ദ ഗ്രാഫ് കറസ്പോണ്ട്സ് ടു മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി.
മനസ്സിലായല്ലോ. ദെൻ maximum fraction of molecule have speed near to UMP, that is most probable velocity. നമുക്ക് മനസ്സിലായി വളരെ കുറഞ്ഞ വെലോസിറ്റിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്, ഹൈ വെലോസിറ്റിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും വളരെ കുറവാണ് അല്ലേ. ലോ വെലോസിറ്റിയും കുറവാണ്, ഹൈ വെലോസിറ്റിയും കുറവാണ്. ഗ്രാഫിൻ്റെ മെജോറിറ്റി പോർഷൻ ഈ പീക്കിന് അറൗണ്ടാണ്. സോ നമുക്ക് പറയാം മോസ്റ്റ് ഓഫ് ദി മോളിക്യൂൾ പോസസ് വെലോസിറ്റി നിയർ ബൈ മോസ്റ്റ് പ്രോബബിൾ. വളരെ കുറഞ്ഞ വെലോസിറ്റി ഉള്ള ആൾക്കാരും കുറവാണ്, ഹൈ വെലോസിറ്റി ഉള്ള ആൾക്കാരും കുറവാണ്. അപ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഈസ് നിയർ ടു മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാസ് എ സ്പീഡ് നിയർ ടു മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിംഗ് സ്പീഡ്, fraction of molecule having speed greater than minimum velocity. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് സ്പീഡ് ഗ്രേറ്റർ, ഇതാണ് മിനിമം. ആ മിനിമം വെലോസിറ്റിനേക്കാളും കൂടുതൽ വെലോസിറ്റിയുള്ള മോളിക്യൂളിൻ്റെ എണ്ണം ഇൻക്രീസസ് വിത്ത് സ്പീഡ്. ഓക്കെ, റീച്ചസ് ദ മാക്സിമം. മിനിമം വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിനേക്കാളും കൂടുതൽ വെലോസിറ്റിയുള്ള മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നു, റീച്ചസ് ദ മാക്സിമം ആൻഡ് ദെൻ ഇറ്റ് ഡിക്രീസസ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കോ. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വിത്ത് വെരി ലോ ആൻഡ് വെലോസിറ്റീസ് ആർ വെരി സ്മോൾ. നമ്മളോട് പറഞ്ഞതാണ്. പീക്ക് ഓഫ് ഗ്രാഫ് കറസ്പോണ്ട്സ് ടു മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പീക്ക് മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ആണ്. ഈ മാക്സിമം, ദാറ്റ് ഈസ് ആ ഗ്രാഫിൻ്റെ മാക്സിമം ഫ്രാക്ഷൻ ആണ് ഇവിടെ വരിക. അതിൻ്റെ കൊറസ്പോണ്ടിങ് വെലോസിറ്റിക്കാണ് നമ്മളെന്ന് വിളിക്കുക മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഓക്കെ, then fraction of molecule having speed greater than increases with speed, reaches the maximum and then decreases. അടുത്ത പോയിന്റ് നോക്കിക്കോളൂ. ടോട്ടൽ ഏരിയ അണ്ടർ ദി കർവ് ഈസ് എ മെഷർ ഓഫ്. നമ്മളപ്പോൾ ആ ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ, ആ കർവിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ, നമ്മളെടുത്തൊരു സാമ്പിളില്ലേ, ആ സാമ്പിളിലെ ഡിഫറെൻറ്റ് ഗ്യാസിൻ്റെ വെലോസിറ്റീസിൻ്റെ പ്ലോട്ടാണ്. ഈ ഗ്രാഫിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ. ആ സാമ്പിളിൽ ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അതിൻ്റെ മെഷർമെൻ്റ് ആണ് ഏരിയ. ഓക്കെ, ദെൻ ഈ ഗ്രാഫിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ആ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് നമ്മൾ പറയണമെങ്കിൽ ഒരു ഗ്രാഫ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് മാക്സ്വെല്ലിൻ്റെ ഗ്രാഫ് തന്നെയാണ്. ഇവിടെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്, ഹിയർ വി ഹാവ് വെലോസിറ്റി. ഓക്കെ, ഇത് 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. നമ്മൾ ആ സെയിം ഗ്രാഫ് തന്നെ ഇവിടെ ഞാൻ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ വരച്ചിട്ടുണ്ട്. T3 greater than, T2 greater than T1. T1, ദാറ്റ് ഈസ് ഇത് T1 എന്ന ടെമ്പറേച്ചറാണ്. ഈ T1നേക്കാളും കൂടുതലാണ് T2, T2നേക്കാളും കൂടുതലാണ് T3. ഗ്രാഫിൽ ഈ 3 ഗ്രാഫും കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്രാഫിന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു നോക്കിക്കോ. ഗ്രാഫിൻ്റെ ഹൈറ്റ് കുറയുന്നുണ്ട് അല്ലേ. T1 എന്ന ടെമ്പറേച്ചറിലെ ഗ്രാഫിനേക്കാളും ഹൈറ്റ് കുറവാണ് T2 എന്ന ടെമ്പറേച്ചറിലെ ഗ്രാഫ്. T2നേക്കാളും ഹൈറ്റ് കുറഞ്ഞു T3. ഓക്കെ, അപ്പോൾ ഈ പീക്കിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫിനെ നമ്മൾ എന്താ, വെലോസിറ്റി നമ്മൾ എന്താ വിളിക്കാം? ഇറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി അറ്റ് ടെമ്പറേച്ചർ T1. T2 ഇതിൻ്റെ പീക്ക് ഇവിടെ അല്ലേ. ദിസ് ഈസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കറസ്പോണ്ടിങ് ടു ടെമ്പറേച്ചർ T2. T3 ഇതിൻ്റെ പീക്കിന് കറസ്പോണ്ടിങ് വെലോസിറ്റി ഇതാണ്. ദിസ് ഈസ് മോസ്റ്റ്, ഇവിടെയാണ് വരും കേട്ടോ. ദിസ് ഈസ് ദ വെലോസിറ്റി. ദിസ് ഈസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നമ്പർ 3, ദാറ്റ് ഈസ് അറ്റ് ടെമ്പറേച്ചർ T3. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലായി? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കൂടുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കൂടില്ലേ. അപ്പോൾ നമുക്ക് പറയാം മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നമ്പർ അറ്റ് ടെമ്പറേച്ചർ T1 is less than most probable velocity at temperature T2 less than most probable velocity at temperature T3. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കൂടുന്നുണ്ട് അല്ലേ. പക്ഷേ ഗ്രാഫിൻ്റെ ഹൈറ്റ് എന്താ സംഭവിച്ചേ? ഹൈറ്റ് കുറഞ്ഞു പോയില്ലേ. ഹൈറ്റ് റെപ്രസെൻറ്റ്സ് എന്തുവാ? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്.
ഓക്കെ. അപ്പോൾ T1 എന്ന ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ T1 എന്ന ടെമ്പറേച്ചറിലെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി വളരെ കുറവാണ് ആസ് കമ്പയർ ടു അതർ ടെമ്പറേച്ചേഴ്സ്. പക്ഷേ ആ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉള്ള മോളിക്യൂളിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ദാറ്റ് ഈസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ അവിടെ വളരെ കൂടുതലാണ്. ടെമ്പറേച്ചർ ഇച്ചിരി കൂടി, അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കൂടിയുണ്ട്. പക്ഷേ ആ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്നതനുസരിച്ച് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബട്ട് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കുറയും. വെലോസിറ്റി കൂടും, പക്ഷെ ആ വെലോസിറ്റി ഉള്ള മോളിക്യൂളിൻ്റെ എണ്ണം കുറയുക ചെയ്യണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് കേട്ടോ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇൻക്രീസസ്, ബട്ട് the fraction of molecules possessing most probable velocity decreases. ക്ലിയർ ആണല്ലോ? ഇപ്പം ഞാൻ ടെമ്പറേച്ചർ ഒരു സെയിം സാമ്പിളിലാണ് വരച്ചതെന്ന് വയ്ക്കുമോ. ഇപ്പോൾ ഞാൻ നൈട്രജനാണ് കൺസിഡർ ചെയ്തേക്കണം. ദാറ്റ് ഈസ് നൈട്രജൻ ഗ്യാസിന് 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീസ് മെഷർ ചെയ്ത് വരച്ച ഗ്രാഫാണ്. അപ്പോൾ ഗ്യാസ് സെയിം അല്ലേ, അതിനകത്തുള്ള മോളിക്യൂൾസും സെയിം അല്ലേ. അപ്പോൾ ഞാൻ 2 ലിറ്റർ നൈട്രജൻ എടുത്തു വിചാരിക്കുക. ആ 2 ലിറ്റർ നൈട്രജൻ ഗ്യാസിനെ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ കൊണ്ടുവച്ചിട്ട് ആ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീസ് മെഷർ ചെയ്ത് വരച്ച ഗ്രാഫാണ് ഇത്. അപ്പോൾ സെയിം സാമ്പിൾ ഓഫ് ഗ്യാസിൻ്റെ 3 ടെമ്പറേച്ചറിലെ ഗ്രാഫാണ്. അപ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം സെയിം അല്ലേ? ആണല്ലോ. നമ്മൾ തൊട്ട് മുന്നേ ഒരു പോയിന്റ് പറഞ്ഞു, ഈ ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് ഈസ് ദ മെഷർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഒരു സെയിം സാമ്പിളിന് 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലെ ഗ്രാഫ് വരച്ചാലും ഗ്രാഫിൻ്റെ ഏരിയ എന്തായിരിക്കണം? സെയിം ആവണം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് മനസ്സിലാക്കാം നമുക്ക്. സെയിം സാമ്പിളാണ്. ഓക്കെ, ഇത് 100 കെൽവിനിലും ഇത് 500 കെൽവിനിലും സെയിം ഗ്രാഫ് തന്നെയാണ്. ഇവിടെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇതാണ്, അതിലുള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വളരെ കൂടുതലാണ്. ബട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി വല്ലാണ്ട് കൂടി, പക്ഷേ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പ്രോസസ്സിംഗ് വെലോസിറ്റി കുറഞ്ഞു. ഈ ഗ്രാഫിൻ്റെ ഏരിയയും കമ്പയർ ചെയ്താൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഈക്വലൻ്റ്. സോ ദാറ്റ് കാരണം എന്താ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിൽ ഗ്രാഫ് വരച്ചാലും ഏരിയ അണ്ടർ ദ കർവ് വിൽ ബി ദ സെയിം ഫോർ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഇഫ് യു ആർ ഡ്രോയിങ് ദ ഗ്രാഫ് ഫോർ ദി സെയിം സാമ്പിൾ ഓഫ് ഗ്യാസ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, പക്ഷേ ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. സെയിം സാമ്പിൾ ഓഫ് ഗ്യാസിന് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ഗ്രാഫ് വരച്ചാൽ ഏരിയ അണ്ടർ ദ കർവ് വിൽ ബി ദ സെയിം സിൻസ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് റിമൈൻസ് ദി സെയിം. അപ്പോൾ ആ പോയിന്റ് പറയാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പോയിന്റ് നോക്കിക്കോളൂ. ആസ് ടെമ്പറേച്ചർ increases, most probable velocity increases, പക്ഷേ the fraction of molecule having most probable velocity decreases. ഓക്കെ, ഇത് കുറേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കൂടും, പക്ഷേ ആ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉള്ള മോളിക്യൂളിൻ്റെ ഫ്രാക്ഷൻ കുറയും. Then when temperature increases, molecule having high speed increases. അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ആ ഗ്രാഫിൻ്റെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലെ ഗ്രാഫ് വരച്ചപ്പോൾ ഹൈ ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചർ T1 എന്ന ടെമ്പറേച്ചർ നോക്കിക്കോ. ആ T1 എന്ന ടെമ്പറേച്ചറിൽ ഹൈ വെലോസിറ്റി ഉള്ള മോളിക്യൂളിൻ്റെ ഫ്രാക്ഷൻ കുറവാണ്. T1 ഈ ഗ്രാഫ് ഇത് ഇങ്ങനെ വരുന്ന ഗ്രാഫില്ലേ, ദിസ് ഇസ് അറ്റ് T1. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഹൈ വെലോസിറ്റി ഉള്ള മോളിക്യൂൾ എണ്ണം കുറവാണ്. T2 എന്ന ഗ്രാഫ് നോക്കിക്കോ, ഇതാണ് T2. ആ T2 ഇവിടുത്തെ പോർഷൻ, ദാറ്റ് ഈസ് ഹൈ വെലോസിറ്റി ഉള്ള പോർഷൻ മേളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കണേ. ജസ്റ്റ് ഗ്രാഫിൽ കമ്പയർ ചെയ്താൽ മതി. T3 വീണ്ടും ഇവിടുത്തെ പോർഷൻ എന്ത് ചെയ്തു? മേളിലേക്ക് പോയി. ഗ്രാഫ് മേളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ കൂടണമെന്നാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവിടെ വെലോസിറ്റി അല്ലേ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഹൈ വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിന് എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ആ പോയിന്റ് കിട്ടിയോ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഗ്രാഫ് ഇങ്ങനെ മേളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് എൻഡ്.
ഹൈ വെലോസിറ്റിയുള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ എണ്ണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ദാറ്റ് ഈസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ മോളിക്യൂൾ പൊസസിങ് ഹൈ വെലോസിറ്റി ഇൻക്രീസസ്. ഹൈ വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും. ഏരിയ അണ്ടർ ദ കർവ് റിമൈൻസ് കോൺസ്റ്റന്റ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. ഓൾറെഡി പറഞ്ഞതാണ്. ആസ് ലോങ് ആസ് ടെമ്പറേച്ചർ റിമൈൻസ് ദ സെയിം ദ വെലോസിറ്റി ഓഫ് ഗ്യാസ് റിമൈൻസ് ദ സെയിം. അതൊന്ന് പഠിച്ചു. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചാണ് ഗ്രാഫ് മാറുക. സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സാമ്പിൾ ഓഫ് ഗ്യാസിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. മോളിക്കുലർ സ്പീഡ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ മോളാർ മാസ്. അതായത് മാസ് കൂടുന്നതനുസരിച്ച്, മോളാർ മാസ് കൂടുന്നതനുസരിച്ച് ഗ്യാസിൻ്റെ മൂവിങ് കപ്പാസിറ്റി കുറയും. ദാറ്റ് ഈസ് ഹെവിയായി വരുന്നതനുസരിച്ച് മൂവിങ് കപ്പാസിറ്റി കുറയും, വെലോസിറ്റി കുറയും. അപ്പോൾ ആസ് മോളാർ മാസ് ഇൻക്രീസസ് മോളിക്കുലർ സ്പീഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. മോളിക്കുലർ മാസും ടെമ്പറേച്ചറും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ഗ്യാസ് സെയിം ടെമ്പറേച്ചർ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. ഇറ്റ്സ് എ ഗ്രാഫ് drawn at same temperature for different gas. This is the graph corresponding to oxygen. This is the graph corresponding to butane. Okay, that is C4H10. And this is the graph corresponding to carbon dioxide. And this is the graph corresponding to red is corresponding to NH3. Okay, അപ്പോൾ NH3, O2, CO2, butane. Butane C4H10 ആണ്. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ 48 + 10 58. മോളിക്കുലർ മാസ് 44, മോളിക്കുലർ മാസ് 32, മോളിക്കുലർ മാസ് 17. ഓക്കെ, അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് മോളാർ മാസ് ഉള്ളത് ആരായിരുന്നു? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ്റെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി വളരെ കുറവല്ലേ? ഓക്കെ, അടുത്ത CO2 ആയപ്പോൾ മോളാർ മാസ് ഒരു ഇച്ചിരി കുറഞ്ഞു, 58 നിന്ന് 44 മാറി. അപ്പോൾ മാസ് കുറയുന്നതനുസരിച്ച് വെലോസിറ്റി കൂടുന്ന മോളിക്യൂളിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? O2 മോളിക്കുലർ മാസ് 32. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കൂടും, പക്ഷേ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉള്ള മോളിക്യൂളിൻ്റെ എണ്ണം കുറയും എന്ന് പറഞ്ഞു. ദ സെയിം ഫിനോമിന യു കൻ ഒബ്സർവ് ഇൻ ദ കേസ് ഓഫ് മോളാർ മാസ് ഓൾസോ. മോളാർ മാസ് കൂടുന്നതനുസരിച്ച് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കുറയും. തിരിച്ചു പറഞ്ഞാൽ, ആസ് ദ മോളാർ മാസ് ഓഫ് ഗ്യാസ് ഡിക്രീസസ്, മോളിക്യൂൾ ഹാവിങ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിക്രീസസ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉള്ള മോളിക്യൂളിൻ്റെ എണ്ണം കുറയും. ഹൈറ്റ് കുറഞ്ഞു വന്ന് കണ്ടില്ലേ? അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, പക്ഷേ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ മാസ് ലൈറ്ററായിട്ട് മാറുന്നതനുസരിച്ച്, മാസ് കുറയുന്നതനുസരിച്ച്, ഗ്യാസ് ലൈറ്ററായിട്ട് മാറുന്നതനുസരിച്ച് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, ബട്ട് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ സ്പീഡ് എന്തിനെയും ഡിപ്പെൻഡ് ചെയ്യും? മാസിനെ. സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കൂടും, പക്ഷേ ആ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയുള്ള മോളിക്യൂളിൻ്റെ ഫ്രാക്ഷൻ കുറയും. ദ സെയിം തിങ് ക്യാൻ ഹാപ്പൻ വിത്ത് ദ മോളാർ മാസ് ഓൾസോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ മാക്സ്വെല്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കർവിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞു? ഒരു സാമ്പിൾ ഓഫ് ഗ്യാസിലെ വെലോസിറ്റി വേഴ്സസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ, വെലോസിറ്റി വേഴ്സസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഗ്രാഫിനെ പറയുന്ന പേരാണ് മാക്സ്വെൽസ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ആ കർവിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞേക്കണത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഗ്യാസിൽ സാമ്പിൾ എടുത്താൽ ലോ വെലോസിറ്റി ഉള്ളതും വളരെ ഹൈ വെലോസിറ്റി ഉള്ളതുമായ ഗ്യാസിൻ്റെ എണ്ണം കുറവാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ദെൻ ആ പീക്കിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫിന് പറയുന്ന പേരാണ് പീക്ക്. ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു മാക്സിമം ഫ്രാക്ഷൻ. മാക്സിമം ഫ്രാക്ഷനുള്ള വെലോസിറ്റിയാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. Most of the molecule possess velocity near to most probable velocity. Then low velocity ഉള്ള മോളിക്യൂൾസും കുറവാണ്, ഹൈ വെലോസിറ്റി ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറവാണ്. Then area under the curve represents the total molecules in the sample of gas.
Okay, as temperature increases, most probable velocity increases, but the fraction of molecule possessing most probable velocity decreases. The same thing can happen with the molar mass also. ഇപ്പോൾ ഗ്യാസിൻ്റെ വെലോസിറ്റി മോളാർ മാസ് മാറുന്നതനുസരിച്ച് മാറും, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറും. അപ്പോൾ ഗ്രാഫ് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, ഗ്രാഫ് ശരിക്കും നല്ലോണം മനസ്സിലാക്കുക. ദെൻ ആ ഗ്രാഫിൽ നിന്നുള്ള നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ പോയിന്റ്സ് ഇൻ മാക്സ്വെൽസ് ബോൾട്സ്മാൻസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ആപ്ലിക്കേഷൻസ് ഇനി കുറച്ചുകൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, താങ്ക് യു.